അസ്സലാമു അലൈക്കും. അപ്പോൾ വീണ്ടും പറയുകയാണ്, നാട്ടിന്ന് ഭയങ്കര എൻക്വയറി വരുന്നുണ്ട്. അവിടെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ പഴയ പോലെയല്ല. മുമ്പൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടിൽ നിന്ന് ഒരു അന്വേഷണം നടക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം സത്യം പറയാലോ, കുറേ പേര് നമുക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുണ്ട്. സേഫ് ആണോ എന്ന് ചോദിച്ച് കുറേ ആൾക്കാർ മെസ്സേജ് ഇട്ട്. അപ്പോൾ പറയാനുള്ളത്, ഞാനിപ്പോൾ കറാമാലാണുള്ളത്. നിയർ ബുർജ് ഖലീഫാൻ്റെ ഒക്കെ അടുത്താണ്. ഫ്രെയിമും ബുർജ് ഖലീഫ എല്ലാം അടുത്തടുത്തുള്ളതാണ്. ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. പൊതുവെ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഒരു മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ ഒരു പുറത്തിങ്ങനെ ഒരു നടക്കുന്നുണ്ട് ആകാശത്തിൽ. ഈ ന്യൂസ് ചാനൽ കാണുമ്പോൾ നമുക്ക് തന്നെ തലവേദനയാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് നമുക്കറിയുന്നില്ല. പക്ഷെ കുറേ സ്ഥലത്ത് നടക്കുന്നുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ സംഭവം നടന്നിട്ടുണ്ട്. പക്ഷെ കൂടുതലും ഒരു 10% നടക്കുന്നത് ഒരു 90% വാർത്തകളിൽ വലിയൊരു കാര്യമാക്കിയിട്ട് എടുത്ത് പറയുന്നുണ്ട്. വലിയ ചക്കക്ഷരത്തിൽ എഴുതിയിട്ടാണ് ഓരോ മീഡിയയും അത് പ്രചരിപ്പിക്കുന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഭയങ്കര പാനിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ എല്ലാവരും സാധാരണ പോലെ തന്നെ എല്ലാ ദിവസവും നിസ്കാരവും നോമ്പും എല്ലാം ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പുറത്ത് ആൾക്കാർ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ബസ്സും ട്രാൻസ്പോർട്ടേഷനും മെട്രോവും എല്ലാം അതിന്റെ വഴിക്ക് നല്ലപോലെ നടക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാം അത് ഒറ്റപ്പെട്ട ചെറിയ കാര്യം. പിന്നെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊക്കെ ഇതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ ന്യൂസ് വരുന്നുള്ളത്. അപ്പൊ നാട്ടിലുള്ളവർ ആരും പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇനി നാളെ സംഭവിക്കോ ഇല്ലയെന്ന് അറിയില്ല. ഇതുവരെ അൽഹംദുലില്ലാഹ് ഒരു പ്രശ്നമില്ല എന്ന് അറിയിച്ചു പോകുന്നു.